ഹായ് കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അത്ഭുത കഥയാണ്. കേൾക്കാൻ കുഞ്ഞുങ്ങൾക്കും മനസ്സിൽ കുഞ്ഞായിരിക്കുന്ന വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാലാഖയുടെ കഥ. വെള്ളച്ചിറകുള്ള കുഞ്ഞു മാലാഖ. മേഘങ്ങൾക്ക് മുകളിലൂടെ സ്വർണപ്രകാശത്തിൽ തിളങ്ങുന്ന ആകാശരാജ്യത്തിൽ ഒരു കുഞ്ഞു മാലാഖ ജീവിച്ചിരുന്നു. അവളുടെ പേര് ആര്യ. വെളുത്ത മൃദുവായ ചിറകുകൾ, നക്ഷത്രങ്ങളാൽ നെയ്തതുപോലുള്ള വെള്ളവസ്ത്രം, കയ്യിൽ ചെറിയൊരു മാന്ത്രികവടി, മുഖത്ത് പുഞ്ചിരി. ആര്യയുടെ ജോലി എന്തായിരുന്നു അറിയാമോ? ഭൂമിയിലെ കുട്ടികളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുക, ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകുക, കരയുന്നവർക്ക് ചെറിയ സന്തോഷം വിതറുക. ഒരു ദിവസം സൂര്യാസ്തമയത്തിന്റെ ചുവന്ന നിറത്തിൽ ആകാശം മങ്ങുമ്പോൾ ആര്യ ഭൂമിയിലേക്ക് പറന്നു വരികയായിരുന്നു. അവൾ തന്റെ മാന്ത്രിക വടികൊണ്ട് ചെറിയ നക്ഷത്രത്തുള്ളികൾ താഴേക്ക് വിതറിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോൾ ഒരു ശക്തമായ കാറ്റ് വീശി. മേഘങ്ങൾ ചുറ്റിത്തിരിഞ്ഞു. ആര്യയുടെ കയ്യിൽ നിന്ന് മാന്ത്രിക വടി താഴേക്ക് വീണു. അയ്യോ, എന്റെ വടി! അവൾ ഭയന്നു വിളിച്ചു. ആ വടിയില്ലാതെ അവൾക്ക് തന്റെ ശക്തികൾ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അത് കണ്ടെത്താതെ ആകാശത്തിലേക്ക് മടങ്ങാനുമാവില്ല. ഭൂമിയിലേക്കുള്ള യാത്ര. ആര്യ പതുക്കെ ഭൂമിയിലേക്കിറങ്ങി. ഒരു പച്ച നിറഞ്ഞ ഗ്രാമത്തിന്റെ അരികിൽ അവളെത്തി. അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി അവളെ കണ്ടത് ചെറിയൊരു കുട്ടിയായിരുന്നു, ആദി. അവൻ അതിശയത്തോടെ ചോദിച്ചു, "നീ ആരാ? നിന്റെ ചിറകുകൾ സത്യമായതാണോ?" ആര്യ ചെറുതായി ചിരിച്ചു. "ഞാൻ ആകാശത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞു മാലാഖയാണ്. എന്റെ മാന്ത്രിക വടി ഇവിടെ എങ്ങോ നഷ്ടപ്പെട്ടു. നിങ്ങൾ എനിക്ക് സഹായിക്കുമോ?" കുട്ടികളെല്ലാം ചുറ്റും കൂടി. ആദി, നിഹാര, റിയ, ഫാത്തിമ, അർജുൻ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, "ഞങ്ങൾ സഹായിക്കും." അന്വേഷണത്തിന്റെ തുടക്കം. അവരാദ്യം ഗ്രാമത്തിലെ പൂന്തോട്ടത്തിലേക്ക് പോയി. പൂക്കൾക്കിടയിൽ നോക്കി, മരങ്ങളുടെ മുകളിൽ കയറി നോക്കി, തടാകത്തിനരികിൽ അന്വേഷിച്ചു. വടി എവിടെയും കണ്ടില്ല. അപ്പോഴാണ് നിഹാര പറഞ്ഞത്, "വടി പ്രകാശമുള്ളതാണെങ്കിൽ അത് രാത്രിയിൽ തെളിഞ്ഞേക്കാം." എല്ലാവരും തീരുമാനിച്ചു, രാത്രി വരെയും അവർ കാത്തിരിക്കാം. രാത്രിയിലെ രഹസ്യം. രാത്രി വന്നു. ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞു. കുട്ടികളും ആര്യയും കുന്നിൻ മുകളിലേക്ക് കയറി. അപ്പോൾ അകലെ ഒരു ചെറുപ്രകാശം. "അത് തന്നെയാകാം," ആദ്യ ആവേശത്തോടെ പറഞ്ഞു. അവർ കാട്ടിനുള്ളിലൂടെ ഓടി. അവിടെ ഒരു ചെറിയ ഗുഹയുടെ അകത്ത് ഒരു ചെറിയ കുഞ്ഞുമാൻ ആ വടി അടുത്ത് കിടക്കുകയായിരുന്നു. വടി അതിന്റെ അരികിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ആര്യ മൃദുവായി അടുത്തു. മാൻ ഭയന്നിരുന്നു. അവൾ സ്നേഹത്തോടെ പറഞ്ഞു, "ഭയപ്പെടണ്ട, ഞാനത് തിരികെ വാങ്ങിപ്പോകാം." കുട്ടികൾ ചേർന്ന മാൻകുഞ്ഞിനെ സ്നേഹിച്ചു. അത് ശാന്തമായി മാറി നിന്നു. ആര്യ തന്റെ മാന്ത്രിക വടി കയ്യിലെടുത്തപ്പോൾ ഒരു പ്രകാശം മുഴുവൻ കാടും നിറഞ്ഞു. ഒരു ചെറിയ പാഠം. ആര്യ കുട്ടികളെ നോക്കി പറഞ്ഞു, "നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനിത് കണ്ടെത്തുമായിരുന്നില്ല. മാന്ത്രികത വടിയിലല്ല, സഹായിക്കാൻ തയ്യാറായ ഹൃദയത്തിലാണ്." അവൾ വടികൊണ്ട് ചെറിയ പ്രകാശം വിതറി. കുട്ടികളുടെ ഹൃദയങ്ങളിൽ ചെറിയ ധൈര്യത്തിന്റെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു. "നിങ്ങൾ നല്ലവരായി ജീവിച്ചാൽ, പരസ്പരം സഹായിച്ചാൽ, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും." വിട പറയൽ. ആകാശത്തിലേക്ക് മടങ്ങേണ്ട സമയം വന്നു. ആര്യ തന്റെ ചിറകുകൾ വിരിച്ചു. കുട്ടികൾ കൈവീശി. "വീണ്ടും വരുമോ?" റിയ ചോദിച്ചു. "നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ എന്റെ പ്രകാശം നിങ്ങൾക്ക് അനുഭവിക്കപ്പെടും." അവൾ പുഞ്ചിരിച്ചു. ഒരു വെള്ള പ്രകാശമായി ആര്യ ആകാശത്തിലേക്ക് ഉയർന്നു. മേഘങ്ങൾക്കിടയിൽ അവളുടെ രൂപം അപ്രത്യക്ഷമായി. ഇന്നും പറയുന്ന കഥ. ആ ഗ്രാമത്തിൽ ഇന്നും കുട്ടികൾ വിശ്വസിക്കുന്നു, നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ മുകളിലൂടെ ഒരു വെള്ള ചിറകുള്ള മാലാഖ പുഞ്ചിരിച്ചു നോക്കുന്നു എന്ന്. കാരണം മാന്ത്രികത വടിയിലല്ല, മാന്ത്രികത നമ്മുടെ ഹൃദയത്തിലാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളും ആര്യയെപ്പോലെ മറ്റുള്ളവർക്ക് സഹായിക്കുമല്ലോ. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം അത്ഭുത കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയിൽ വീണ്ടും കാണാം.